എല്ലാവരും സുഖായിരിക്കുന്നെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് വേഗം തന്നെ തയ്യാറാക്കി എടുക്കാം. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസ് ഒക്കെ പറയണം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് ട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഞാനിവിടെ കുറച്ച് കാഷ്യൂസ് ഇതുപോലെ ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് നേരം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ കണ്ടോ ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് നാളികേരം ചിരകിയതാണ് ട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ നാളികേരത്തിൻ്റെ ഒരു നനവൊക്കെ പോയിട്ട് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരണം. അപ്പോൾ അതുവരെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ കുറച്ച് നേരം ഒന്ന് ചൂടാക്കി എടുത്തു. അപ്പോൾ കണ്ടോ നാളികേരത്തിൻ്റെ നനവൊക്കെ പോയിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഇതെടുത്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കണം. ഇനി ഇതേ പാനിലേക്ക് തന്നെ നമുക്ക് റവ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ 1/2 കപ്പ് റവയാണ് ട്ടോ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ വറുക്കാത്ത റവയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്നത് റോസ്റ്റഡ് റവയാണെങ്കിലും കുറച്ച് നേരം നെയ്യിൽ ഇതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് വേണം ട്ടോ എടുക്കാനായിട്ട്. അതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി കുറച്ച് നേരം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ചൂടാക്കി എടുക്കണം. ആ നെയ്യിൽ റവയെല്ലാം നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ട് വരണം. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ കുറച്ച് നേരം നല്ലതുപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ റവയും നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ട് വന്നു. നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ഈ സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതും ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് ചെറിയ പഴമാണ് കേട്ടോ. ഞാനപ്പോൾ 3 ചെറിയ പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് റോബസ്റ്റ് പഴം എടുക്കണമെന്നുണ്ടെങ്കിൽ അതും എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ പഴം ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഒരു ഫോർക്കൊക്കെ വെച്ചിട്ടായാലും ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. ഇപ്പോൾ ദാ ഇതുപോലെ ഞാനൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നല്ല പേസ്റ്റ് പോലെയൊന്നും അങ്ങനെ ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറിയ പീസൊക്കെ അതിലുണ്ടായാലും കുഴപ്പമില്ല. അതൊക്കെ നമുക്ക് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പോൾ അത് അങ്ങനെ തന്നെ കിടന്നോട്ടെ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന റവയില്ലേ ഇത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നാളികേരം കാഷ്യൂസ് ഇല്ലേ അതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ പഴത്തിൽ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് യോജിച്ച് വരണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാന്തേം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ ചെറുതായിട്ട് ആ പഴത്തിൻ്റെ തന്നെ ഒരു നനവ് ഇങ്ങനെ വന്നിട്ടുണ്ട് ട്ടോ. ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 150 ഗ്രാം ശർക്കരയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ട്ടോ. നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ദേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ആ റവയെല്ലാം കുതിർന്നിട്ട് ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. ഒരു 10 മിനിറ്റൊക്കെ വെച്ചാൽ മതി. അപ്പോൾ 10 മിനിറ്റ് ഞാനതൊന്ന് അടച്ച് വെക്കുകയാണ്. അതിന് ശേഷം നമുക്കെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. കണ്ടോ ഇപ്പോൾ ഇത് ഒന്നുകൂടെ ഒന്ന് കുതിർന്നിട്ട് ഒന്ന് സോഫ്റ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ട് വന്നു. അപ്പോൾ ഇനി ഇത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ശർക്കരപ്പാനി ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഒഴിച്ച് കൊടുത്ത് അങ്ങനെ ലൂസാക്കി എടുക്കരുത് കേട്ടോ. ഇത്രയൊക്കെ മതിയാവും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം.
പിന്നെ മധുരമൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ദേ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ ഈ ഒരു രീതിയിൽ വേണം കേട്ടോ നമ്മുടെ ഈ ബാറ്റർ കിട്ടാനായിട്ട്. ഒരുപാട് ലൂസായിട്ട് എടുക്കരുത്. ഈ ഒരു തിക്നെസ്സിൽ വേണം കേട്ടോ റെഡിയാക്കി എടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിലേ നമ്മൾ മാവ് റെഡിയാക്കിയിട്ട് ഇലയിലൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ ലീക്ക് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും ഒരു തിക്നെസ്സിൽ തന്നെ വേണം നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഞാൻ ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ പോകുന്നത് വാഴയിലയിലാണ് കേട്ടോ. ഞാനപ്പോൾ വാഴ ദാ ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വലിയ വാഴ കിട്ടാന്ന് വെച്ചാൽ അതായിരിക്കും കേട്ടോ കൂടുതൽ നമുക്ക് ചെയ്തെടുക്കാൻ എളുപ്പമുണ്ടാവുക. എനിക്കപ്പോൾ നമ്മുടെ ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ഇലയൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കുറച്ച് വലിപ്പം കുറഞ്ഞ ചെറിയ ഇലയാണ് ട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്കപ്പോൾ കുറച്ച് വലിയ ഇല കിട്ടാന്ന് വെച്ചാൽ അതിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുക. ഇനി നമുക്കിതിലേക്ക് മാവ് ഫില്ല് ചെയ്തെടുക്കാം. ഞാനപ്പോൾ ചെയ്തെടുക്കാൻ പോകുന്നത് ദാ ഇതുപോലെയാണ് കേട്ടോ. ഈ ഒരു സൈഡിൽ നിന്ന് ദാ ഇങ്ങോട്ട് ഇങ്ങനെ ഒന്ന് മടക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ ഈ ഒരു സൈഡിലേക്കും കൂടെ ഇങ്ങനെ ഒന്ന് മടക്കി എടുത്താൽ മതി. കണ്ടോ? അപ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി കുറേശ്ശെയായിട്ട് മാവ് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ? ഇതുപോലെ മാവൊന്ന് ഫില്ല് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്കിത് ഇങ്ങോട്ടായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കാം. കണ്ടോ? അപ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ കിട്ടും. എന്നിട്ട് നമ്മൾ മടക്കിയെടുത്തുള്ള ഈ സൈഡില്ലേ അത് താഴോട്ട് വരുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളാണ് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ഈ ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചെയ്തെടുക്കട്ടെ. ഞാനപ്പോൾ എനിക്ക് കിട്ടിയത് ചെറിയ ഇലേൻ്റെ പേരിലാണ് ട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. നിങ്ങളിങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. സാധാരണ നമ്മൾ വീട്ടിൽ അടയൊക്കെ റെഡിയാക്കി എടുക്കില്ലേ, അതുപോലെ ആയാലും ചെയ്തെടുത്താൽ മതി ട്ടോ. നമ്മളിങ്ങനെ പരത്തിയെടുത്തിട്ട് ഇങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ മടക്കി വയ്ക്കില്ലേ, ആ രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ഞാൻ ദാ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റീമറിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്കിത് ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ എല്ലാം ഞാൻ ദാ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിയട്ടെ. അതിന് ശേഷം നമുക്കെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. കണ്ടോ ഇപ്പോൾ നന്നായിട്ട് തന്നെ ഇത് കുക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ചെറിയ പഴമൊക്കെ ചേർത്ത് കൊടുത്തതിൻ്റെ പേരിൽ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ആവി വരുമ്പോൾ തന്നെ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നേരം ഇത് ചൂട് പോകാനായിട്ട് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്കെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കെടുക്കാം. കണ്ടോ നന്നായിട്ട് തന്നെ നമുക്കിത് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. പ്രത്യേകിച്ച് നമ്മളിതിലേക്ക് ആ നാളികേരവും കാഷ്യൂസും അതുപോലെ തന്നെ പഴമൊക്കെ ചേർത്ത് കൊടുത്തതിൻ്റെ പേരിൽ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. വളരെ സിമ്പിളല്ലേ റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസ് ഒക്കെ പറയണം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലും ടേസ്റ്റി ആയിട്ടുള്ള മറ്റ് റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.